സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലെബ്രോൺ ജെയിംസും അങ്ങനെ ലോകത്തെ പല പല സെലിബ്രിറ്റീസും ആത്ലറ്റ്സും മിക്ക ആളുകളും ഇപ്പൊ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ എന്ന് നോക്കാം. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ജോയിൻസിനൊക്കെ ഇപ്പൊ നമ്മൾ എക്സാമ്പിളായിട്ട് റൊണാൾഡോയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. അപ്പം പ്രായമാകുമ്പോൾ അദ്ദേഹത്തിന്റെ മുട്ടിനൊക്കെ തേയ്മാനം വരാം, അത് പുള്ളിയുടെ പെർഫോമൻസിനെ ബാധിക്കാം, അത് പുള്ളിയുടെ ക്വാളിറ്റീനെ ബാധിക്കാം. അങ്ങനെ പുള്ളി വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഫുട്ബോളിൽ. ഇപ്പം അങ്ങനെ വരുമ്പം ഇപ്പൊ എക്സാമ്പിൾ പുള്ളിയുടെ ജോയിന്റിനൊക്കെ പഴയ പോലെ ആവണമെങ്കിൽ അവിടുത്തെ സെൽസ് പഴയ പോലെ യങ് പോലെ ആയിരിക്കണം. അപ്പം ഈ ഡീജനറേറ്റിന് പകരം നമ്മൾ റീജനറേറ്റ് ചെയ്യും, നമ്മുടെ സെൽസ് പഴയ പോലെ ആക്കും. അതിനെ സത്യത്തിൽ സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ എന്തുവെന്ന് വെച്ചാൽ നമ്മുടെ ബോൺ മാരോയിൽ നിന്നും നമ്മുടെ ഫാറ്റിൽ നിന്നും ഈ സ്റ്റെം സെൽ ഇഞ്ചക്ട് ചെയ്തെടുക്കും. ഈ സ്റ്റെം സെൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് സെല്ലാണ്, നമ്മുടെ ബ്രെയിനോ സെല്ലാണ്, നമ്മുടെ ടിഷ്യൂ സെല്ലാണ്, അതുപോലെ നമുക്ക് ബ്ലഡ് സെൽസ് ഉണ്ട്. ഇതെല്ലാം സെൽസാണ്. ഇപ്പം ഇതിനെ എല്ലാത്തിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മേളുള്ള ബേസ്, അങ്ങനെ നമുക്ക് ഈ സ്റ്റെം സെല്ലിനെ പറയാം. ഇതൊക്കെ നമ്മുടെ ബോൺ മാരോയിലും നമ്മുടെ വയറിലുള്ള ഫാറ്റിലൊക്കെയാണ് ഉള്ളത്. അപ്പം അതിൽ നിന്നൊക്കെയാണ് ഈ വലിയ വലിയ ഡോക്ടർമാർ ഇത് ഇഞ്ചക്ട് ചെയ്തെടുക്കുന്നത്, ഈ സ്റ്റെം സെൽസ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ PRP ഒക്കെ ചേർത്തില്ല, മുടിയിൽ PRP ഒക്കെ അടിക്കാൻ. അപ്പം കുറേ നേരം ഈ PRP നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിൽ നിന്നാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് എടുക്കുന്നത്. അപ്പം അതിന് കുറച്ച് സമയമാണ്, 10-15 മിനിറ്റ് വേണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ബോൺ മാരോ എടുത്തിട്ട് കുറച്ച് പ്രോസസ്സ് ചെയ്ത് കുറച്ച് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്റ്റെം സെല്ല് നമ്മുടെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ബോഡിയല്ല, ഇപ്പം നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള പാർട്ട് അവിടെയാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ റൊണാൾഡോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, റൊണാൾഡോയുടെ മുട്ട് ഇഞ്ചറി ആണെങ്കിൽ, അല്ലെങ്കിൽ മുട്ട് പഴയ പോലെ പ്രായമാകുന്നതനുസരിച്ച് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സ്റ്റെം സെൽ ഇഞ്ചക്ഷനിലൂടെ പുള്ളിയുടെ ബോഡിയിൽ നിന്ന് സ്റ്റെം സെൽ എടുത്തിട്ട് അത് തന്നെ പുള്ളിയുടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള മുട്ടിൽ ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ പുള്ളിയുടെ ആ മുട്ടിലെ മസിൽസ്, ആ ടിഷ്യൂസ് എല്ലാം പഴയ പോലെ ഒരു 22-23 വയസ്സുകാരനെ പോലെ ആവുകയും ചെയ്യും. അങ്ങനെ പുള്ളിക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇതാണിപ്പോൾ ലോകത്തിലെ വലിയ വലിയ ആത്ലറ്റ്സ് ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ വളരെ കുറവാണ്, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കുറവാണെങ്കിൽ തന്നെ ഉള്ളിടത്തും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ തന്നെ US-ലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഇത് 10 ലക്ഷം മുതൽ 4 കോടി വരെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ റൊണാൾഡോ ഒക്കെ നമുക്ക് എങ്ങനെ പോയാലും അറിയാം, ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെം സെൽ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഞാൻ റൊണാൾഡോയെ എക്സാമ്പിൾ പറഞ്ഞാൽ റൊണാൾഡോ മാത്രമല്ല, ലോകത്തെ പല ആത്ലറ്റ്സും ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സത്യത്തിൽ നമ്മൾ ഒരു 35 വയസ്സ് കഴിഞ്ഞും 40 വയസ്സ് കഴിഞ്ഞും ഇവർക്ക് പഴയ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഈ ഫീൽഡിൽ സത്യത്തിൽ ഇപ്പോഴും ഭയങ്കര റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്യൂച്ചറിൽ പിന്നീട് നമ്മളെ തന്നെ ഭയങ്കര യങ്ങറാക്കാനും പറ്റും. ഒന്ന് ഓർത്തേ, ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ ടെക്നോളജി വളർന്ന് ഒരു 60-65 വയസ്സുള്ള ഒരാൾ 20-22 വയസ്സിലേക്ക് മാറുന്നതെന്ന് ആലോചിച്ചേ. അപ്പം അയാൾക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെ കുറെ കൂടി വില കുറഞ്ഞ് സാധാരണ ആളുകളിലേക്ക് എത്തുന്നതെന്ന് ഓർത്തേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇടുന്ന പോലെ ആണെങ്കിൽ ഒന്ന് ഓർത്തേ. അപ്പം ലോകത്തിൽ ആരും സത്യത്തിൽ പ്രായമാകുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വരത്തില്ല സത്യത്തിൽ. ഇപ്പം ടെന്നീസ് എൽബോ എന്ന അസുഖം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വരുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാർ അതിനെപ്പറ്റി കേൾക്കുന്നത്. നമ്മൾ ഈ തേയ്മാനം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. സത്യത്തിൽ ടെന്നീസ് എൽബോ നമ്മൾ ഇന്ത്യക്കാർ മെയിനായിട്ട് അറിയുന്നത് പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വരുമ്പോഴാണ്. അപ്പം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ സത്യത്തിൽ ഈ ടെന്നീസ് എൽബോ ഒക്കെ അങ്ങ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. ഒരു 45 വയസ്സുള്ള ഒരു ആത്ലറ്റിന് 20 വയസ്സുകാരനെ പോലെ വീണ്ടും പെർഫോം ചെയ്യാൻ പറ്റും. ആ എക്സ്പീരിയൻസിലും വീണ്ടും പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ തുടർന്ന് അയാൾക്കൊരു കുറേ കാലം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഈ റൊണാൾഡോയും മെസ്സിയും അങ്ങനെ ലോകത്തെ ഈ ലെബ്രോൺ ജെയിംസും അങ്ങനെ ലോകത്തെ പല വലിയ ആത്ലറ്റ്സ് ഒക്കെ ഇപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ എല്ലാ ഇഞ്ചക്ഷൻ പോലെ ഇതിനും കുറേ റിസ്കുകളൊക്കെ ഉണ്ട്. ഇത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് ഇഞ്ചക്ട് ചെയ്ത സ്ഥലത്ത്, അതുപോലെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ റിസ്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സത്യത്തിൽ മൾട്ടി-മില്യണേഴ്സ് ആയിരുന്നത്. അവർക്ക് ഇത് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനുള്ള ഓപ്പറേഷൻ, സർജറി, ഇതെല്ലാത്തിനുള്ള ഇൻകം അവതലുണ്ട്. നമ്മൾ സാധാരണ ഒരാൾ പോയി എൻ്റെ കയ്യിൽ 20 ലക്ഷം മൊത്തത്തിൽ ഉണ്ട്, ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ ചെയ്യുവാണ്. അങ്ങനെ ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും കുറേ പൈസ പോവും. അങ്ങനെ അത് മൊത്തത്തിൽ ഇതാകും. അപ്പോൾ അതിനും കാട്ടും നല്ലത് അത്യാവശ്യം നമുക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല പൈസ ഉള്ളവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇതൊന്നും ചെയ്യാണ്ടും കുറേ കാലം പോകുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്. അവർ നന്നായിട്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ സ്ട്രെച്ച് ചെയ്തും നന്നായിട്ട് മസിലിന് റെസ്റ്റ് കൊടുത്തും നല്ല ഉറക്കം കിട്ടിയും നന്നായിട്ട് ഫുഡ് കഴിച്ചും നന്നായിട്ട് ഡയറ്റ് നോക്കിയും നന്നായിട്ട് വെള്ളം കുടിച്ചും ഇങ്ങനെയൊക്കെ നമുക്ക് ഈ സ്റ്റെം സെൽസ് ഈ നമ്മുടെ ബോഡി പാർട്ട് ഇങ്ങനെ ഇഞ്ചേർഡ് ആവാണ്ട് നമുക്ക് നോക്കാനും പറ്റും.
അപ്പം അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്ന സത്യത്തിൽ? അവർക്ക് സത്യത്തിൽ കുറേ കാലം പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ റൊണാൾഡോയുടെ കേസിലാണെങ്കിൽ അയാൾക്ക് വലുതായിട്ടൊന്നും വന്നു കാണില്ല. ഈ പ്രായം കാരണം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചറി പോലെയൊക്കെ വന്നു കാണും. ആ ചെറിയൊരു കാര്യത്തിനായിരിക്കും പുള്ളി പഴയ പോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോൺ മാരോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പം അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.